പ്രിയമുള്ള കുട്ടികളെ, ഫിസിക്സ് പഠനം വളരെ നന്നായിട്ട് പോകുന്നെന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് ഫോഴ്സിലെ പാസ്കൽസ് ലോയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഒരു JCBയുടെ ചിത്രം. നിങ്ങൾ പലപ്പോഴും ചിലർക്കൊക്കെ അറിയായിരിക്കും ഇതിൻ്റെ ഒരു പുറകിൽ തത്വം എന്താണെന്ന്, പ്രിൻസിപ്പിള്. ഓക്കെ, ചിലർക്കെങ്കിലും അത് അറിവുണ്ടാകില്ല. അപ്പോൾ ഈ JCBയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്ന് നോക്കാം. ഈ JCB ഡ്രൈവർ ഇവിടെ നിങ്ങൾക്കറിയാം, സ്റ്റിയറിംഗ് തിരിക്കുക മാത്രമല്ല അവിടെ ചെറിയ പിസ്റ്റൻസ് ഉണ്ട്, അതായത് ലിവേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് ബാക്കിലെ അതുപോലെ ഫ്രണ്ടിലെയുള്ള ഈ കൈകളെ ചലിപ്പിക്കുന്നത്, അല്ലേ? ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇതൊരു ചെറിയ ഫോഴ്സ് കൊടുത്ത് വലിയ കല്ലുകൾ അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ഭാരമുള്ള മണ്ണ്, ഇത് നിറയെ മണ്ണാകുമ്പോഴത്തേക്ക് നല്ല ഭാരമുണ്ട്, ഇതൊക്കെ ഉയർത്തുന്നു. ഈ കോറ അല്ലെങ്കിൽ നമുക്കറിയാം ഈ ക്രഷറിലൊക്കെ ഈ മിറ്റില് അതുപോലെ തന്നെ കല്ലൊക്കെ പാരി ടിപ്പർ ലോറിയിലേക്ക് ഇത് ഇടുന്നതാണ്, അല്ലെ? അപ്പൊ ഇവിടെയൊക്കെ ചെറിയൊരു ഫോഴ്സ് ഉപയോഗിച്ച് ഇത്രയും ഭാരമുള്ള ഒരു വസ്തു ഉയർത്തുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പാസ്കൽ ലോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ JCBയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി പാസ്കൽ ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. പാസ്കൽ ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ഇത് മാത്രമല്ല, പല പ്രവർത്തനങ്ങൾ പാസ്കൽ ലോയ്ക്ക് ആപ്ലിക്കേഷനിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് പാസ്കൽ ലോ എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ പാസ്കൽ ലോയുടെ നിർവചനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നിയമമാണ് പാസ്കൽ നിയമം. ചെറിയൊരു എന്താ പറയുക ഒരു അതായത് ചെറിയൊരു ലോജിക്ക് ഉള്ളെങ്കിലും അതിന് ഒത്തിരി ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഈ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ചെറിയ ചില തത്വങ്ങളാണ് വലിയ പ്രവർത്തന ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ ദൈനംദിനമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ പാസ്കൽസ് ലോ പറയുന്ന ഇതാണ്: pressure applied at any point of a liquid at rest in a closed system will be experienced equally at all parts of the liquid. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും, അതായത് ക്ലോസ്ഡ് സിസ്റ്റം, ഇപ്പൊ ഇവിടെ ഈ എന്താ പറയുക ഈ പേസ്റ്റ് ട്യൂബ്, ടൂത്ത് പേസ്റ്റ് ട്യൂബിനുള്ളിലെ പേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ഓക്കെ, ഇതിനെ അടച്ച് അതിനായി ഈ ഇതിന്റെ ഉള്ളിലാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ തൽക്കാലം ഈ ബോളിന്റെ അകത്ത് പറയുന്നത് വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ വെള്ളം എന്താണ്? ലിക്വിഡ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ഓക്കെ, ചെറിയ നമ്മൾ എന്താ പറയുക ഒരു പിങ്ക് ഹോൾ ചെറുതായിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക. ഇപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ഓൾ പാർട്സ് ഓഫ് ദ ലിക്വിഡ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊടുക്കുന്ന പ്രഷർ, ഇത് കണ്ടോ, എക്സ്റ്റേണൽ പ്രഷർ കൊടുത്താൽ എല്ലാ ഭാഗത്തും തുല്യമായിട്ടാണ് ട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞാലും എക്സ്പീരിയൻസ്, അതായത് അനുഭവപ്പെടുക, അതായത് വിതരപ്പെടുക. ട്രാൻസ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്തപ്പെടുക, ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വിതരണം ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ് ഈക്വലി അറ്റ് ഓൾ പാർട്സ്, എല്ലാ ഭാഗത്തും എങ്ങനെയായിരിക്കും? ഒരേപോലെ ആയിരിക്കും. ഈ പേസ്റ്റിന്റെ നിങ്ങൾ ഈ നിറയും, അതായത് ഒരു പുതിയ ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾ എവിടെ പ്രസ് ചെയ്താലും ഇതിൻ്റെ നിറയെ ഉണ്ടാകണം. എവിടെ പ്രസ് ചെയ്താലും എന്ത് സംഭവിക്കും? പേസ്റ്റ് പുറത്തേക്ക് വരും. അതായത് ഇവിടെ ഈ ഭാഗത്ത് പ്രസ് ചെയ്യണമെന്നൊന്നുമില്ല, നിറയെ പേസ്റ്റ് ഉള്ള ട്യൂബിന്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു? എവിടെ പ്രസ് ചെയ്താലും പുറത്തേക്ക് വരും. അതുപോലെ തന്നെ ഈ ബോളിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ എല്ലാ ഹോളിൽ കൂടെയും പുറത്തേക്ക് വരും, എല്ലാ ഹോളിൽ കൂടെയും പുറത്തേക്ക് വരും. അതിനർത്ഥം എന്താണ്? പ്രഷർ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊടുക്കുന്ന പ്രഷർ എല്ലായിടത്തും ഒരേപോലെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊടുക്കുന്ന എക്സ്റ്റേണൽ പ്രഷർ എല്ലായിടത്തും ഒരേപോലെയാണ് അനുഭവപ്പെടുന്നത്. ഇതാണ് പാസ്കൽസ് ലോ. അപ്പൊ ഈ ക്ലോസ്ഡ് സിസ്റ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ഉള്ളൂ കേട്ടോ. അതായത് ഒഴുകുന്ന വെള്ളത്തിലൊക്കെ നമുക്ക്, അല്ലെ ഒഴുകുന്ന ഫ്ലൂയിഡിൽ നമുക്കിത് സാധ്യമല്ല. ഓക്കെ, ഇപ്പൊ പാസ്കൽ ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? എന്താണ്? ഒന്നുകൂടെ പറയാം. ഏതെങ്കിലും, അതായത് അടച്ചിട്ടിരിക്കുന്ന, അതായത് ക്ലോസ്ഡ് സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന പ്രഷർ എല്ലായിടത്തും തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അല്ലെ അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ആപ്ലിക്കേഷൻസ്, അതിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഇനി. ഹൈഡ്രോളിക് ലിഫ്റ്റ്. നിങ്ങൾ ഈ കാർ വാഷിംഗ് സെന്ററിലൊക്കെ
ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതേപോലെ ഈ കാർ ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്നതിന്റെ എന്താ പറയുക, അല്ലെങ്കിൽ ചില വർക്ക്ഷോപ്പിലൊക്കെ കാണാം ഇതിന്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ എന്തെങ്കിലും മറ്റു വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് 2-3 പേരെടുത്തത് മുകളിൽ കയറ്റി വെച്ചിരിക്കുകയാണോ? ആണോ? അല്ല. ഈ ചെറിയൊരു പിസ്റ്റൺ കണ്ടോ, ഇത് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ഉയരുന്നു അല്ലെ. ഇത് പ്രസ് ചെയ്യാൻ വേണ്ടി എന്താ നമ്മള് 5-8-10 പേര് കൂടിയാണോ ഇത് പ്രസ് ചെയ്യുന്നത്? അല്ല. അവിടുത്തെ ഒരു മെക്കാനിക്ക് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആള് അത് തന്നെയാണ് ഒരു ലിവർ ഉപയോഗിച്ചത് പ്രസ് ചെയ്യുന്നു. ഈ ഇത് കണ്ടോ, ഇപ്പൊ ഇതിന്റെ ഉള്ളൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡ് ക്ലോസ്ഡ് ആണ്. ഇതിൽ ഇങ്ങനെ ആ കൊടുക്കുന്ന പ്രഷർ ഇവിടെ വരുന്നു, ഇതിനെ മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പൊ നോക്കണേ, ഈ പിസ്റ്റന്റെ വലിപ്പവും ഈ പിസ്റ്റന്റെ വലിപ്പവും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. ഇതൊരു മോഡലാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വിവരിച്ചു തരാം. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഹിയർ ദിസ് പിസ്റ്റൺസ് ഏരിയ ഈസ് A1. See, this is comparatively less than A2. A2 is the area of second piston. First piston A1, second piston area A2. Comparing the size, you know അല്ലെ, വളരെ ചെറുതാണ് A1, ഏരിയ A1 എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, A2 വലുതാണ് അല്ലെ. Suppose the force applied on A1 is F1. ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പിസ്റ്റന്റെ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്, അത് മുകളിലേക്ക്, ഇത് കണ്ടോ, ഇത് താഴേക്ക് ഇവിടെ പ്രസ് ചെയ്യുന്നു, ഇത് മുകളിലേക്ക് വരുന്നു. ഇപ്പൊ കാറ് നോക്കുക, നമ്മളിവിടെ F1 ഇത് താഴേക്ക്, ഇവിടെ ഒരു പ്രശ്നം ഇങ്ങനെ വന്നിട്ട് ഇത് മുകളിലേക്ക് ഈ കാറിനെ ഉയർത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ F2 കിട്ടും. അപ്പൊ നോക്ക്, F2 ആണ് സെക്കൻഡ് പിസ്റ്റണിലെ ഫോഴ്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ, അതായത് ഈ ഫസ്റ്റ് പിസ്റ്റണിലെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പൊ ഇവിടുത്തെ P1 എന്നുള്ള പ്രഷർ, ഏത് ഈ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന P1 എന്ന പ്രഷർ F1 ബൈ A1 ആണ്. F1 ഡിവൈഡഡ് ബൈ A1 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് പിസ്റ്റൺ ഇത് കണ്ടോ, ഇവിടുത്തെ പ്രഷർ P2 ആണ് അല്ലെ. പ്രഷർ P2 എന്തായിരിക്കും? F2 ബൈ A2 ആയിരിക്കും. F2 ബൈ A2. അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് P1 എന്ന് പറഞ്ഞാൽ പ്രഷർ ഓൺ A1, അതായത് A1ൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് P1. A2വിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് P2 ഉണ്ടോ. അപ്പൊ ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, P1 F1 ബൈ A1, P2 F2 ബൈ A2. ഇത് നമുക്ക് ഇവിടെ ഇനിയാണ് നമ്മൾ പാസ്കൽ നിയമം, പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, A1ലെ പ്രഷറും അതായത് P1, A2വിലെ പ്രഷർ അതായത് P2 ഈക്വൽ ആണ് അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ. എന്താ പറയുന്നത് പാസ്കൽസ് ലോ? Pressure applied at any point of a liquid at rest in a closed system will be experienced equally at all parts. അതായത് എവിടെ അപ്ലൈ ചെയ്താലും അത് ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ നോക്കുക, ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം അല്ലേ. കണ്ടോ, ഈ സ്കൈ ബ്ലൂ കളറിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ്, അതൊരു ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ എന്തായിരിക്കും? P1. ഓക്കെ, ഈ A2ലെ പ്രഷർ എന്തായിരിക്കും? P2. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, പ്രഷർ ഈക്വലി എക്സ്പീരിയൻസ് അറ്റ് എനി പോയിന്റ്, അതായത് ഇവിടെ അനുഭവപ്പെടുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷർ, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറും, ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് P1 ഈക്വൽ ടു P2. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, P1 ഈക്വൽ ടു P2. P1 ഈക്വൽ ടു P2. P1ന്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് F1 ബൈ A1. P2ന്റെ ഇക്വേഷൻ എന്താണ്? F2 ബൈ A2. ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മളിവിടെ ഇൻപുട്ട് ഫോഴ്സ് F1 കൊടുക്കുന്നതാണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ഫോഴ്സ് F2 കിട്ടുന്നത്, അതായത് ഈ കാറിനെ ഉയർത്തിയ ഫോഴ്സ് F2. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ഫോഴ്സ് F1 ഉം ഔട്ട്പുട്ട് ഫോഴ്സ് F2 ആണെങ്കിൽ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ മാത്സിലും പഠിച്ചിട്ടുണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് F2 എത്ര കിട്ടുവാന്ന് നോക്ക്. F2 ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. F2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കൊടുക്കുന്ന F1 ഗുണിക്കണം F1 ഇൻറ്റു A2 ബൈ A1 ആണ്. അതായത് A2 ബൈ A1. A2 നിങ്ങൾക്കറിയാം A1നേക്കാൾ വളരെ വലുതാണ് A2 ബൈ A1. ഇപ്പൊ A2 ഒരു 10 ആയിട്ട് എടുക്കുവാണ്, A1 1 ആയിട്ട് എടുക്കുക.
അപ്പൊ എന്താണ് A2/A1 10 എന്ന് കിട്ടും. പിന്നെ ഈ കൊടുത്ത ഫോഴ്സ് ഉണ്ടല്ലോ F1, അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതൊരു 10 ന്യൂട്ടൺ ആണെങ്കിൽ എന്തായി 100 അല്ലെ? കണ്ടോ, F1 ഒരു 10 ന്യൂട്ടൺ ആണെങ്കിൽ ഈ A2/A1 നമ്മൾ പറഞ്ഞായിരുന്നു A2 10 ആണെങ്കിൽ A1 1 ആണെങ്കിൽ അതും 10 ആണ്. അപ്പൊ 100 അല്ലെ? അപ്പൊ F1 10 കൊടുക്കുമ്പോൾ F2 എത്ര കിട്ടി? 100, അതായത് 10 മടങ്ങ്. അത് ഏരിയ 1 കൊടുത്ത് A1 1 കൊടുത്ത് A2 10 കൊടുക്കുവാണെങ്കിൽ നമുക്ക് F2 എന്തായി 100 ടൈംസ്, അതായത് 100, അതായത് 10 ഇരട്ടിയായി. അത് ഇവിടെ A1ന്റെ എത്ര ഇരട്ടിയാണ് A2, അതിനനുസരിച്ച് F2 വർദ്ധിക്കുന്നു അല്ലെ? അപ്പൊ F2 ഇൻക്രീസസ് വിത്ത് A2, അതായത് F2 ഇൻക്രീസസ് വിത്ത് A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ A1നേക്കാൾ എത്ര ഇരട്ടിയാണോ A2 കൊടുക്കുന്നത്, മനസ്സിലായോ? A1നേക്കാൾ എത്ര ഇരട്ടിയാണോ A2 കൊടുക്കുന്നത് അത്ര ഇരട്ടി എന്ത് വർദ്ധിക്കുന്നു? F2 വർദ്ധിക്കുന്നു, ഔട്ട്പുട്ട് ഫോഴ്സ് വർദ്ധിക്കുന്നു. അതായത് ഇൻപുട്ട് ഫോഴ്സിനേക്കാൾ അത്ര ഇരട്ടിയായിട്ട് ഔട്ട്പുട്ട് ഫോഴ്സ് വർദ്ധിക്കുന്നു. അപ്പൊ നമുക്ക് ചെറിയ ഏരിയ ഇവിടെ കൊടുത്ത് വലിയ ഏരിയ ഇവിടെ കൊടുക്കുവാണെങ്കിൽ അത്രയും ഔട്ട്പുട്ട് ഫോഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ പോരെ ഈ കാറിനെ ഉയർത്തണമെങ്കിൽ? ഇപ്പൊ ഇവിടുത്തെ ഏരിയ വളരെ വലുതാക്കുക, ഇവിടുത്തെ ഏരിയ വളരെ കുറയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് ഈ കാറിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് നമ്മുടെ ഈ പാസ്കൽ ലോ എന്ന ഈ ചെറിയൊരു എന്താ പറയാ, നമുക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഇത്രയേ ഉള്ളൂ സംഭവം അല്ലെ? പക്ഷെ നമ്മുടെ ഇതിന്റെ ആപ്ലിക്കേഷൻ വളരെ വലുതാണ്, നമ്മുടെ JCB ഒക്കെ വരുമ്പോഴത്തേക്കും അല്ലെ? ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം. ഈ ഒരു എന്താ പറയാ, ഈ ഒരു സെക്ഷൻ നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് മനസ്സിലാക്കുക. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുന്നു, വലിയൊരു ഫോഴ്സ് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ ഇൻപുട്ടിലെ ഏരിയ വളരെ ചെറുത്, ഔട്ട്പുട്ടിലെ ഏരിയ വലുത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം, ദ ഏരിയ ഓഫ് വൺ എൻഡ് ഓഫ് എ യൂട്യൂബ്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് അല്ല, ഇവിടെ ഒരു ട്യൂബ് കാണുന്നുണ്ട്, അതിനെ നമ്മളൊരു യു ഷേപ്പിൽ എടുത്താൽ മതി. ഓക്കെ, ഏരിയ ഓഫ് വൺ എൻഡ് ഓഫ് എ യൂട്യൂബ് ഈസ് 0.01. ഇതിലൊരു വര കാണാം, അത് ഞാൻ പിന്നീട് പറയാം. 0.01 meter square and that of another end is 1 meter square. When a force was applied on the liquid at the first end, ഈ end ആണ് first end, the force experienced at another end was 20,000 Newton. അപ്പൊ ഈ end ആണ് ഈ 20,000 Newton ഉള്ളത്. What was the force applied on the liquid at the first end? ഫസ്റ്റ് എൻഡില് ഫോഴ്സ് എത്രയായിരിക്കും? അതായത് ഈ ഫസ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഈ എൻഡില് ഫോഴ്സ് എത്രയാവുന്നതാണ് ചോദിക്കുന്നത്. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് വേണ്ടത് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട വാല്യൂസ് ആണ്. അപ്പൊ നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുമ്പം ആദ്യം ശ്രദ്ധിക്കുക, അതിന് തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത് എന്താണെന്ന് മനസ്സിലാക്കണം ഓരോ ടേം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്കൽ ലോ നിയമപ്രകാരമാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. മീൻസ് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്, ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ A1 തന്നിട്ടുണ്ട്, ഏരിയ ഓഫ് വൺ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് 0.01, അതായത് ആദ്യത്തെ എൻഡ് ആണത് 0.01. അപ്പൊ A1 നമ്മൾ എഴുതി. ആൻഡ് അനദർ എൻഡ് ഈസ് 1 meter square. കണ്ടോ, അപ്പൊ ഇതിനേക്കാൾ കൂടുതലാണ്, അപ്പൊ അത് A2. അടുത്ത എൻഡ് എന്ന് പറഞ്ഞാൽ A2 ആണ്, 1 meter square. ഇതിനേക്കാൾ എത്ര ഇരട്ടിയാന്ന് നോക്കിയേ, 0.01നെ നിങ്ങൾ 10 കൊണ്ട് ഗുണിച്ചാൽ 0.1 കിട്ടും, 100 കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും അല്ലെ? 0.01നെ 100 കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും. അപ്പൊ എത്ര ഇരട്ടിയാ? A1നേക്കാൾ 100 ഇരട്ടിയാണ് A2 അല്ലെ? ഇനി F1 തന്നിട്ടുണ്ടോ? നമുക്ക് വേണ്ടത് A1, A2, F1, F2 അല്ലെ? F1 തന്നിട്ടുണ്ടോ? ഇല്ല. When the force was applied on the liquid at the first end അത് തന്നിട്ടില്ല. The force experienced at another end, രണ്ടാമത്തെ end. അപ്പൊ F2 തന്നിട്ടുണ്ട് അല്ലെ? F1 തന്നിട്ടില്ല, F2 തന്നിട്ടുണ്ട്. ഇത് ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏത് ഇക്വേഷൻ, ഇതാ ഈ ഇക്വേഷൻ, ഇത് കണ്ട് ഈ വര ഞാൻ ഇട്ടേക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഇപ്പൊ യൂസിങ് ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെവിടെ നമ്മൾ F2, ഈ ഇക്വേഷൻ വെച്ച് F2ന് കണ്ടോ ചെയ്തിരിക്കുന്നുണ്ടോ? F2ന് ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ? അതുപോലെ നമുക്ക് F1ന് ഉണ്ടാക്കാം. F1 എന്ന് പറഞ്ഞാൽ ഈ A1 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈയില് F1 കണ്ടുപിടിക്കാൻ A1 ഇങ്ങോട്ട് ഗുണിച്ചാൽ മതി. കണ്ടോ, A1 into F2/A2, A1 into F2/A2 കണ്ടോ, A1 into F2/A2. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. F1 ഈക്വൽ ടു A1ന്റെ വില കൊടുത്തു 0.01. F2 എത്രയാണ്? ഇതാ 20,000 നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, 20,000 അല്ലെ? ഇനിയും A2 എത്രയാ? 1. 20,000 ഡിവൈഡ് ബൈ 1 എത്രയാ? ഏത് സംഖ്യയെ ഒന്നുകൊണ്ട് ഹരിച്ചാൽ ആ സംഖ്യ തന്നെയാണ് അല്ലെ? അപ്പൊ ഇനി ഓക്കെ,
അപ്പോൾ 20,000 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു 20,000 എഴുതി. പിന്നെ 0.1. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 0.1 ഇൻറ്റു 20,000 ഈസ് ഈക്വൽ ടു 200. ഓക്കെ, നമുക്ക് F1 200 ന്യൂട്ടൺ കിട്ടി. ഇവിടെ ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാം. ഹിയർ F1 ഈക്വൽ ടു 200, അതായത് നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചത് 200. F2 തന്നിരിക്കുന്നത് 20,000. നോക്കിയേ, F2 F1 ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾ. F1 200, F2 20,000, അതായത് 100 ഇരട്ടി അല്ലെ? 100 ഇരട്ടിയാണ്. നമ്മുടെ ഇവിടെ A1 A2 ഒന്ന് കമ്പയർ ചെയ്തായിരുന്നു നേരത്തെ. എത്ര ഇരട്ടിയാണ്? 100 ഇരട്ടിയല്ലേ? അപ്പൊ A1-നേക്കാൾ 100 ഇരട്ടിയാണ് A2. നോക്കിയേ, F1-നേക്കാൾ 100 ഇരട്ടിയാണ് F2. അതായത് അതായത് ഏരിയ എത്ര കണ്ട് കൂടുന്നോ, എത്ര മടങ്ങ് കൂടുന്നു, അത്ര മടങ്ങ് എന്ത് ചെയ്യുന്നു? നമുക്ക് ഔട്ട്പുട്ട് ഫോഴ്സും കൂടുന്നു കേട്ടോ. അതായത് A2 100 ടൈംസ് ഗ്രേറ്റർ ദാൻ A1. അതുകൊണ്ട് F2 100 ടൈംസ് ഗ്രേറ്റർ ദാൻ F1. ഇൻപുട്ടിനേക്കാൾ 100 മടങ്ങ് കൂടുതലാണ് ഔട്ട്പുട്ട്. അപ്പൊ നോക്കിയേ, ഇവിടെ കൊടുക്കുന്ന ഈ ഏരിയയ്ക്ക് അനുസരിച്ചാണ് ഈ ഔട്ട്പുട്ട് ഫോഴ്സ് കൂടുന്നത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം, ഇതേ മോഡൽ പ്രോബ്ലം നിങ്ങൾ പഠിക്കണം. ചിലപ്പോൾ സെന്റിമീറ്ററിൽ തന്നെ അതിനെ മീറ്റർ ആക്കാൻ 10⁻², അതായത് ഹോൾ സ്ക്വയർ ഇട്ട് ചെയ്താൽ മതി, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഈ ലോ ഒന്ന് പഠിക്കുക, ഒന്നും കൂടെ മനസ്സിരുത്തി വീഡിയോ 1-2 പ്രാവശ്യം കാണുക. ഓക്കെ, താങ്ക് യു.